ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചുള്ളൊരു നോളജ് തരാനാണ്. അതായത് നമ്മുടെ സ്കിന്ന് എന്തുകൊണ്ടാണ് ഏജിങ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് എല്ലാവരും പറയുകയോ പ്രായമായതുകൊണ്ടാണ് സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പം ആ പ്രായമാകുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു നോളജ്, ഒരു ചെറിയ വീഡിയോ ആണ്, അത് തരാനാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവും ഇന്നത് കൊണ്ടാണ് നമ്മൾ വയസ്സാകുന്നത് എന്ന്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഏജിങ് തോന്നുന്നത്, നമുക്ക് എന്തുകൊണ്ട് ചെറുപ്പത്തിലിരിക്കുന്ന പോലെ തന്നെ വയസ്സാകുമ്പോഴും ഇരുന്ന് കൂടാ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമാണെന്നുള്ളത്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അകത്ത് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. ഈ സെല്ലാണ് നമുക്ക് കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ചെയ്യുന്നത് ഈ സെല്ലാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നതും ഈ സെല്ലാണ്. അതുകൊണ്ടാണ് ഈ കൊളാജിൻ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിന്ന് നല്ല തുടുത്ത് ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഏജ് ആകും തോറും എന്ത് പറ്റും, ഇതെല്ലാം സ്ലോ ആവും അതിൻ്റെ പ്രവർത്തനങ്ങൾ, സ്കിന്നിൻ്റെ. അപ്പോൾ കൊളാജിൻ പ്രൊഡക്ഷൻ, ഇലാസ്റ്റിൻ, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം സ്ലോ ആകുമ്പോൾ ഈ സ്കിൻ അങ്ങ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും, അതായത് ചുരുങ്ങാൻ തുടങ്ങും. ഈ ചുരുങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ മുഖത്തും ശരീരത്തിലും എല്ലാം ചുളിവുകൾ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പം ഒരു കാര്യം ചിന്തിക്കുക, ഒരുപാട് വണ്ണം ഇല്ലാത്തവർ, മുഖത്തൊക്കെ ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ഇല്ലാത്തവർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ചുളിവുകൾ വീഴും. ഫാറ്റ് ഇച്ചിരി കൂടുതലുള്ളവർക്ക് അത്രയും പെട്ടെന്ന് ചുളിവുകൾ വീഴില്ല. പിന്നെ അതുപോലെ തന്നെ സീബം പ്രൊഡക്ഷൻ കൂടുതലുള്ളവർക്കും പെട്ടെന്ന് ചുളിവുകൾ വീഴത്തില്ല. അപ്പം ഈ സ്കിന്ന് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ മേലെ നമ്മുടെ സൺലൈറ്റും കൂടെ വന്ന് വീണാലോ ഒരുപാട് മാറ്റം നമ്മുടെ സ്കിന്നിൽ സംഭവിക്കും. അതായത് ഒരുപാട് കളർ ചേഞ്ച് വരാൻ നോക്കും. ഇനി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളൊരു മെനോപോസിൻ്റെ സ്റ്റേജും കൂടെ എത്തുമ്പോൾ എന്ത് പറ്റും, ഈ മെനോപോസും കൂടെ നമ്മുടെ ശരീരത്തിന് നെഗറ്റീവ് ആക്കും. അതായത് ഈസ്ട്രജൻ ഇല്ല, പിന്നെ നമുക്ക് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഇല്ല. അപ്പം ഈസ്ട്രജൻ ഇല്ലാതാവുകയും ഈ മെനോപോസ് സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ സ്കിന്നിലും ശരീരത്തിലും ഒക്കെ കാണിക്കുന്നത്. ഈ കാണിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് പറ്റും, പിഗ്മെന്റേഷൻ കൂടും. എന്തുകൊണ്ടാണ് പിഗ്മെന്റേഷൻ കൂടുന്നത്? നമുക്ക് ഈ മെനോപോസ് സമയത്താണ്, എല്ലാവരും പറയില്ലേ മെനോപോസ് ആകുമ്പോഴാണ് ഒരുപാട് കറുപ്പ് മുഖത്ത് പറ്റുന്നു, ഇവിടെ കറുപ്പ് വന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മെലാനിനാണ് നമുക്ക് പിന്നീട് നമ്മളെ ഈ മെലാനിൻ എന്ന് പറഞ്ഞ ഇതാണ് നമുക്ക് കളർ തരുന്നത്. ഈ കളർ തരുന്നത് മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സെല്ലാണ്. അപ്പം ഈ സെല്ലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അപ്പം മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ഇത് നമുക്ക് കൂടുതലായിട്ട് വന്ന് അടിഞ്ഞു കിടന്നിട്ട് സ്കിന്നിൽ അങ്ങും ഇങ്ങും അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെനോപോസ് സമയത്താണ് കൂടുതൽ മെലാനിൻ പ്രൊഡക്ഷൻ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് പറ്റും, കൊളാജൻ പ്രൊഡക്ഷൻ കുറയും, മെലാനിൻ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുമ്പോഴാണ് ഒരുപാട് പിഗ്മെന്റേഷൻ വരുന്നതും സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാകുന്നതും ഒക്കെ. അപ്പം നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്, കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനാണ്. കൊളാജൻ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കാനുള്ളത്. പിന്നെ ഈസ്ട്രജനും ഇല്ല. ഈ ഈസ്ട്രജൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ആരോഗ്യവും നമ്മുടെ സ്കിന്നും ഒക്കെ നന്നായിട്ട് ഇരിക്കും. പക്ഷെ ഈസ്ട്രജനും ഇല്ല, കൊളാജനും കുറഞ്ഞു, മെലാനിൻ കൂടുകയും ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്മുടെ സ്കിൻ ആകെ കൊണ്ട് തകിടം മറിഞ്ഞിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് പുതുതായിട്ട് വരുന്ന കറുപ്പും പിന്നീട് മുഖത്ത് അങ്ങുഞ്ഞും കറുത്ത ഡോട്ടുകൾ, ബ്രൗൺ ഡോട്ട്സുകൾ, പിന്നെ ഇവിടെ ഇങ്ങനെ വരുന്ന കറുപ്പുണ്ടല്ലോ, അതെല്ലാവരും പറയും ദോഷ സമയമാണെന്നൊക്കെ ചിലർ പറയും. അതങ്ങനെ അല്ല, ഇതൊക്കെ കൊണ്ടാണ്. ഇനി ഇതിൻ്റെ മേലെയും സൺലൈറ്റ് വീണോണ്ടേ ഇരിക്കണം. നമ്മൾ സ്കിന്ന് സൂക്ഷിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്കിതെല്ലാം കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇത് മനസ്സിൽ കാണണം. അതായത് നമുക്ക് കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെറുപ്പത്തിൽ നല്ലതുപോലെ ഉണ്ടാകുമ്പം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞ് മെനോപോസും വന്നു, പിന്നെ ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കൂടും, കൊളാജൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ
ആ സമയത്ത് ഒരു നല്ല ഡോക്ടറിനെ കാണുകയും നമുക്ക് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അത് എല്ലാവർക്കും ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് പറ്റണമെന്നില്ല, ഡോക്ടർ പറയുന്ന അനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുകയും സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനോട് എനിക്ക് ഒരു പോരായ്മയും തോന്നിയിട്ടില്ല. നമ്മൾക്ക് ഒരു പ്രായമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സപ്ലിമെൻറ്റ്സ് വേണമെന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ ഫുഡൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കഴിക്കുന്നവരാണെങ്കിൽ അത് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോവുകയും നമ്മൾ ഇനിയിപ്പോൾ എത്ര തന്നെ പുറത്തുനിന്ന് നമ്മൾ എന്തെല്ലാം ചെയ്താലും ഉള്ളിലും നമ്മുടെ രീതിക്കനുസരിച്ചുള്ള എല്ലാം വേണം. അപ്പോൾ നമ്മുടെ സ്കിന്നും ആരോഗ്യമൊക്കെ നന്നായിട്ട് ഇരിക്കും. അപ്പോൾ ഈ പിഗ്മെന്റ് ഇൻക്രീസ് ചെയ്യും, കൊളാജിൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സ്കിൻ ഏജ് ആയിട്ട് തോന്നുന്നത്. അതുവരെ സ്കിൻ ഏജ് ആയിട്ട് തോന്നത്തില്ല, കാരണം ഈ കൊളാജിൻ ഉള്ളതുകൊണ്ടും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ പിഗ്മെന്റ് എന്ന് വെച്ചാൽ മെലാനിൻ കൂടുകയും ചെയ്യും, കൊളാജിൻ കുറയുകയും ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, സ്കിന്നാകെ ഏജ് ആയിട്ട് തോന്നും. ഇതാണ് അതിൻ്റെ ബേസിക് കാര്യം. ഇപ്പം കാശുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കുകളിൽ പോയി എടുക്കും. ലേസറോ പീൽസോ ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ബോട്ടോക്സോ ഫില്ലറോ ഒക്കെ എടുത്ത് നമ്മളെ സ്കിന്നൊക്കെ നല്ല പ്ലം ആക്കി വെക്കുകയും ഇതൊക്കെ ആക്കി വെക്കും. അത് കാശുള്ളവർക്ക്. എങ്കിൽ പോലും 6 മാസത്തിലൊരിക്കൽ ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. എത്ര കാലം നമ്മൾ അങ്ങനെ ചെയ്യും? നമ്മളെപ്പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ നല്ല സെറംസ്, അതിന് വേണ്ടിയിട്ടുള്ള സെറംസ് എല്ലാം യൂസ് ചെയ്ത് സ്കിൻ നന്നായിട്ട് ഡെയിലി റെജിം അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻ നന്നായിട്ട് കൊണ്ടുപോയാൽ ഒരു ഏജ് വരെയൊക്കെ നന്നായിട്ട് തന്നെ പോകും സ്കിന്ന്. അല്ല നമ്മൾ ഈ ബാക്കിയുള്ള ക്ലിനിക്കുകളിൽ പോയി ഇതൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. ഒരുപാട് പേർക്ക് പോസിബിൾ അല്ല. കുറച്ച് പേർ കാശുള്ളവർ പൊയ്ക്കോട്ടെ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ലേസർ എടുക്കണതിനോ ഒന്നിനും ഒരു പ്രശ്നമല്ല. കാശുള്ളവർ പൊയ്ക്കോട്ടെ. അല്ലാത്തവർ നല്ല സിറംസ്, അതനുസരിച്ചുള്ള സിറംസ് എല്ലാം യൂസ് ചെയ്ത് സ്കിൻ റൂട്ടീനൊക്കെ കറക്റ്റാക്കി നല്ല സപ്ലിമെൻറ്റ്സും ഫുഡും വെള്ളവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ആയുസ് കാലം നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതെല്ലാവരും ചെയ്തേ തീരുള്ളൂ. കാരണം ഒരുപാട് വീട്ടമ്മമാർ വീട്ടിൽ നിന്നിട്ട് പറയും, ഇനി എന്ത് വേണം, ഇനി നമ്മളൊക്കെ വയസ്സായില്ലേ, ഇനി എന്ത് വേണം, നമ്മുടെ മക്കളൊക്കെ ഒരിടത്ത് എത്തിയില്ലേ, ഇനിയിപ്പോൾ ഒന്നും വേണ്ട. അങ്ങനെയൊന്നും അല്ല. നമ്മൾ നന്നായിട്ടിരുന്നാൽ നമുക്ക് കൊള്ളാം. മക്കൾക്കല്ല, ഹസ്ബൻഡല്ല, ആർക്കായിരുന്നാലും അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. നമ്മൾ നന്നായിട്ടിരുന്നാൽ നമുക്ക് തന്നെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നണ്ടേ? അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യം ചിന്തിക്കുക, അതിന് വേണ്ടിയിട്ട് എന്താണ് പരിഹാരം അത് കാണുക. നമ്മൾ നന്നായിട്ടിരുന്നാൽ നമുക്ക് മനസ്സിന് സന്തോഷം വരും. എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ നന്നായിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം വരുള്ളൂ. അല്ലാതെ അപ്പോൾ അവരൊക്കെ നന്നായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സന്തോഷം തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷേൽ നമുക്കൊരു സന്തോഷം, നമുക്കൊരു ഇത് തോന്നണമെങ്കിൽ നമുക്ക് ആരോഗ്യവും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിരിക്കുകയും ഒക്കെ ചെയ്യണ്ടേ? അപ്പോൾ സ്കിന്നിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഏജിങ് നമുക്ക് കുറച്ച് തോന്നും. സ്കിന്നിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണം, അതിന് കൊളാജിൻ കൊടുക്കണം. കൊളാജിൻ ഇപ്പം നമ്മൾ അതിനുള്ള സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും എല്ലാം, അതിനുള്ള സപ്ലിമെൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഒരു ഡോക്ടറിൻ്റെ ഇതിൽ പോയി അങ്ങനെ കണ്ടു വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇല്ല, നമുക്ക് ഒരു പരിധിവരെ അറിയാമെങ്കിൽ നമുക്കതെല്ലാം വാങ്ങിച്ച് കഴിക്കാനും എല്ലാം ഇടാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേ അത് നന്നായിട്ട് വരും. പിന്നെ ഒരു സൺസ്ക്രീനാണ് എല്ലാത്തിലേക്കാളും ഉപരി നമുക്ക് വേണ്ടിയത്. ഇന്ന് നമുക്ക് സൺസ്ക്രീനാണ്. അത്രയ്ക്കാണ് സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ സ്കിന്നിനെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് എല്ലാവരും ഇടണം. ഏത് പ്രായക്കാരായിരുന്നാലും ഇടണം. കൊച്ചുമക്കൾക്ക് പോലും ഇന്ന് സൺസ്ക്രീൻ അവൈലബിൾ ആണ്, കുഞ്ഞു കുട്ടികൾക്ക് വരെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെ ഉള്ള കാലത്ത് നമ്മളത് ഉപയോഗിക്കാതിരിക്കരുത്, നമ്മളത് ഉപയോഗിച്ചേ തീരുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാമേ. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.